ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ഗുഡ് മോർണിംഗ് മെസ്സേജാണ്. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെയും സാധിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വീഡിയോ ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങൾക്കിത് എപ്പോൾ കണ്ടാലും വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ചാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. അതുപോലെ തന്നെ നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന്, തന്നുകൊണ്ടിരിക്കുന്നതുമായ സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മടി വിചാരിക്കല്ലേ, ഉപേക്ഷ വിചാരിക്കല്ലേ. അതുപോലെ തന്നെ പേഴ്സണലായിട്ട് റീഡിംഗ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്, കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് വാട്സപ്പ് വഴി. എന്താണ് നിങ്ങളുടെ ഇന്നത്തെ സന്തോഷ വാർത്തകൾ? 4 ഓഫ് പെൻറ്റക്കിൾസ്, ദ എംപ്രസ്, the hanged man, the wheel of fortune, Three of Wands. ഇവിടെ ഒന്ന് രണ്ട് കാർഡ്സിനകത്തിൽ മുകളിൽ നിന്നും ലൈറ്റ് വരുന്നുണ്ട്. ക്ഷമിക്കണേ കേട്ടോ, ഞാൻ പേര് പറയുന്നുണ്ടല്ലോ, പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. മുകളിൽ ട്യൂബ് ലൈറ്റിൽ നിന്നുള്ള പ്രകാശമാണ് അവിടെ. Ten of Wands, Nine of Cups, Ten of Pentacles, Ace of Cups, Queen of Swords. Five of Pentacles, King of Pentacles, Ten of Swords, Strength, Knight of Cups. ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് 6 ഓഫ് വാൻഡ്സ് ആണ്. കണ്ടോ, നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നതിലപ്പുറമായിട്ടും ചില ആദരവും പദവികളും ഒക്കെ ലഭിക്കാൻ പോകുന്നു. അവാർഡുകൾ, റിവാർഡുകൾ ഒക്കെയും ലഭിക്കുന്ന ഒരു സാഹചര്യമാണെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ തന്നെ ഇവിടെ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. ഇവിടെ കാണാൻ സാധിക്കുന്ന 10 ഓഫ് സോർഡ്സ് വന്നിട്ടുണ്ട്, ഇവിടെ 10 ഓഫ് വാൻഡ്സ് വന്നിട്ടുണ്ട് ഇവിടെ. അതുപോലെ തന്നെ ദ വീൽ ഓഫ് ഫോർച്യൂൺ വന്നിട്ടുണ്ട്. ഇതിൽ നിന്നെല്ലാം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾക്ക് ഒരു മാറ്റം സംഭവിക്കാൻ തുടങ്ങുന്നു, അല്ലെങ്കിൽ നല്ല ഒരു ലൈഫിലേക്കുള്ള സമൃദ്ധി നിറഞ്ഞ ഒരു ലൈഫിലേക്ക് വരാനുള്ള സാഹചര്യം നിങ്ങൾക്ക് വന്നിരിക്കുന്നു. നിങ്ങൾ അത്രമാത്രം നല്ല ഒരു എനർജിയുമായിട്ട്, പോസിറ്റീവായിട്ടുള്ള എനർജിയുമായിട്ട് നിങ്ങൾ കണക്റ്റ് ആവുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് പഴയതിനെ അപേക്ഷിച്ച് കുറച്ചുകൂടെ ഇപ്പോൾ സ്ട്രെങ്ത് കൈവരിക്കുന്ന അവസ്ഥ, അല്ലെങ്കിൽ ഡിവൈൻ ബ്ലെസ്സിങ്സ് നിങ്ങളിലേക്ക് കടന്നു വരുന്ന ഒരു സമയമാണെന്ന് കാണുന്നത്. ഇവിടെ 9 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. ഇവിടെ ഫസ്റ്റ് വന്നിരിക്കുന്നത് 4 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. പെൻറ്റക്കിൾ എന്ന് പറയുമ്പോൾ എർത്ത് സൈനാണ്, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ എനർജി. ഇവിടെ നിങ്ങൾക്കൊരു സ്റ്റെബിലിറ്റി ലഭിക്കുന്നുണ്ട്.
തീർച്ചയായിട്ടും സാമ്പത്തികപരമായ കാര്യങ്ങളിൽ നിങ്ങൾക്കൊരു സ്റ്റെബിലിറ്റി വരാനുള്ള സമയമായിരിക്കുന്നു. നിങ്ങൾ അതിനുവേണ്ടി പരിശ്രമിക്കുകയാണെങ്കിൽ, പരിശ്രമിക്കാതെ ഒന്നും ലഭിക്കില്ലല്ലോ. അപ്പോൾ നിങ്ങൾ അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുകയാണ് എങ്കിൽ, സ്പിരിച്വൽ വർക്ക് ചെയ്ത് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിവിടെ ഈ പറയുന്ന സ്റ്റെബിലിറ്റി ലഭിക്കുന്നതാണ്. എന്തിൻ്റെ സ്റ്റെബിലിറ്റി? സാമ്പത്തികമായൊരു ഭദ്രത നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നു എന്ന് തന്നെ വേണം ഇവിടെ പറയാൻ. പലരും പലതും കാത്തു നിൽക്കുന്ന എനർജി ഉണ്ട് ഇവിടെ. മുന്നോട്ട് വരാൻ കഴിവില്ലാത്ത ഒരവസ്ഥയിൽ സ്റ്റക്കായിട്ടിരിക്കുന്ന എനർജി ഉണ്ട് ഇവിടെ. അതുപോലെ തന്നെ ഇവിടെ വൺസ് ഫയർ സൈനാണ് ഏരിയസ് ലിയോ സാജിറ്റേറിയസ് എനർജി. തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾ എന്താണോ കാത്തു നിൽക്കുന്നത്, ആ കാത്തു നിൽക്കുന്ന എനർജിയിൽ നിന്ന് നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സമയമായിരിക്കുന്നു. എന്തിനു വേണ്ടിയുള്ള കാത്തിരിപ്പായാലും, ഇവിടെ സാമ്പത്തികത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പാകാം. ഇവിടെ തന്നെ പറയുന്നുണ്ട്, വീൽ ഓഫ് ഫോർച്യൂൺ പറയുന്നത് അങ്ങനെ തന്നെയാണ്. ഏത് കാര്യത്തിലായാലും നിങ്ങളിപ്പോൾ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്, എന്തിനു വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നു, എന്തിനു വേണ്ടി നിങ്ങൾ തലകീഴായി നിൽക്കുന്നുവോ, ഒരു ക്ലാരിറ്റി ഇല്ലാതെ നിൽക്കുന്നുവോ, ചിന്തിച്ചുകൊണ്ടേ ഇരിക്കുന്നുവോ, അതിൽ നിങ്ങൾക്ക് നല്ല ഒരു വ്യത്യാസം വരാനുള്ള സമയമായി, നല്ല ഒരു മറുപടി നിങ്ങൾക്ക് ലഭിക്കാനുള്ള സമയമായി, ഒരു ക്ലാരിറ്റി, ഒരു വ്യക്തത വരാനുള്ള സമയമായി എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ദൈവാനുഗ്രഹം നിങ്ങളിലേക്ക് വേണ്ടുവോളം വരുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. ക്യൂൻ ഓഫ് സോർട്സ് പറയുന്നത് എന്താണ്? നിങ്ങൾക്ക് ക്ലാരിറ്റി ലഭിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ മറ്റുള്ളവർ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾക്ക് തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരിക്കാം. അത് നിമിത്തം നിങ്ങൾ ഒരുപാട് ദുഃഖം അനുഭവിച്ചിട്ടുണ്ടാവാം. പക്ഷേ അവിടെയെല്ലാം നിങ്ങൾക്കൊരു ക്ലാരിറ്റി ലഭിക്കുന്നു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ആ ഒരു ക്ലാരിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? ആ ഒരു ലൈഫ് തന്നെ നിങ്ങൾക്ക് എൻഡാക്കിയിട്ട് നിങ്ങൾക്ക് പുതിയൊരു ലൈഫിലേക്ക് വരാനുള്ള സമയം അടുത്തിരിക്കുകയാണ്. അതിനുള്ള ഒരു സാഹചര്യം, സന്ദർഭം നിങ്ങളിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു എന്ന് തന്നെയാണ് ഇവിടെ പറയാൻ സാധിക്കുന്നത്. സാമ്പത്തികത്തിൻ്റേതായ തുടക്കം വരുന്നുണ്ട്. സ്നേഹത്തിൻ്റെ തുടക്കം നിങ്ങളിലേക്ക് വരുന്നുണ്ട്. ഒരുപാട് സ്നേഹം അനുഭവിക്കാനുള്ള സാധ്യത. അവിടെ നിന്ന് നിങ്ങൾക്ക് പുതിയൊരു നയൻ എന്ന് പറയുമ്പോൾ 9 ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. കപ്പ് വാട്ടർ സൈനാണ്. ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ് എനർജി. സ്നേഹം നിറഞ്ഞ് ലഭിക്കുന്നുണ്ട്. സ്നേഹം നിറഞ്ഞ് ലഭിക്കുന്ന ഇവിടെ ഏസ് ഓഫ് കപ്സ് പ്രണയത്തിൻ്റെ തുടക്കമാണ്. 5 ഇന്ദ്രിയങ്ങളും നിറഞ്ഞ് കവിയുന്ന ഒരു പ്രണയം, അതായത് ദൈവികമായ ഒരു പ്രണയം നിങ്ങൾക്ക് ഉടലെടുക്കാൻ പോകുന്ന, അല്ല എങ്കിൽ അത് നിങ്ങളിലേക്ക് വന്നു ചേരുന്ന എനർജി ഇവിടെ ധാരാളമുണ്ട്. പലർക്കും മാരേജ് നടക്കാനുള്ള സാധ്യത, പുതിയതായിട്ട് ലവ് പ്രപ്പോസൽ വരാനുള്ള സാധ്യത, അല്ലെങ്കിൽ മാരേജ് പ്രപ്പോസൽ വരാം. അത്രമാത്രം നല്ല ഒരു എനർജിയിലേക്ക് നിങ്ങൾ കണക്റ്റ് ആവുന്ന എന്ന് വേണമെങ്കിൽ ഇവിടെ പറയാം. നിങ്ങൾ ചിലപ്പോൾ പ്രതീക്ഷിച്ചിരിക്കാം, ചിലപ്പോൾ അപ്രതീക്ഷിതവുമായി നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാവുന്നതാണ്. അപ്രതീക്ഷിതമായി നിങ്ങളുടെ ജീവിതത്തിന് ഒരുപാട് വ്യത്യാസങ്ങൾ വരുന്നുണ്ട്, ഒരുപാട് ചേഞ്ചസ് വരുന്നുണ്ട് എന്ന് തന്നെ വേണമെങ്കിൽ ഇവിടെ പറയാം. ഇവിടെ സമൃദ്ധി നിറഞ്ഞ ഒരു ലൈഫാണ് 10 ഓഫ് സോഡ്. സോഡ് എന്ന് പറയുമ്പോൾ എന്താണ്? സോഡ് എയർ സൈനാണ്. ജെമിനി, ലിബ്ര, അക്വേറിയസ് എനർജി. ഇവിടെ വന്നിരിക്കുന്നത് എന്താണ്? വലിയൊരു ചതി നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. മറ്റുള്ളവരാൽ നിങ്ങൾക്ക് വന്ന് സംഭവിച്ചതാണ്. നിങ്ങൾ അറിഞ്ഞുകൂടാതെ, നിങ്ങൾ അറിയാതെ സംഭവിച്ച ചില കാര്യങ്ങൾ. പെട്ടെന്നൊരാഘാതം നിങ്ങളിലേക്ക് വന്നിരിക്കുകയാണ് ഇവിടെ. ഈ ഒരു ആഘാതത്തിൽ നിന്നും നിങ്ങൾ തിരിച്ചു വരുന്നത് എങ്ങനെയാണ്? നല്ല ഒരു സ്ട്രെങ്ത്തിലേക്കാണ്, ഉയർത്തെഴുന്നേൽക്കുകയാണ് നിങ്ങളിവിടെ. ആ ഉയർത്തെഴുന്നേൽപ്പ് നല്ല സമൃദ്ധി നിറഞ്ഞ ഒരു ലൈഫിലേക്കാണ് വരാൻ പോകുന്നത്. കണ്ടില്ലേ, ഏത് കാര്യത്തെയും നിങ്ങൾക്ക് കൈപ്പിടിയിൽ ഒതുക്കാനുള്ള ഒരു ധൈര്യം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു. കാരണം എന്താണ്? അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ അനുഭവം നിങ്ങൾക്ക് തന്ന പാഠം അത്ര വലുതായിരുന്നു, അത്രമാത്രം ഗൗരവമുള്ളതായിരുന്നു എന്ന് വേണമെങ്കിൽ ഇവിടെ പറയാൻ സാധിക്കും. ഇവിടെ വളരെ അധികം സ്നേഹം നിങ്ങളിലേക്ക് ആരൊക്കെയോ നിങ്ങളിലേക്ക് വിതറുകയാണ്. ആരൊക്കെയോ നിങ്ങളുടെ ലൈഫിലേക്ക് എന്തൊക്കെയോ നിങ്ങൾക്ക് വന്നു ലഭിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ ലഭിക്കാനുള്ള സാഹചര്യം നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. മറ്റുള്ളവരുടെ സ്നേഹം നിങ്ങൾക്ക് ലഭിക്കാനോ, അല്ലെങ്കിൽ ചില വ്യക്തികളുമായിട്ടോ ചില സാഹചര്യവുമായിട്ടോ, അത് വളരെയധികം പോസിറ്റീവായിട്ടുള്ള ചില സാഹചര്യങ്ങളിലേക്ക് നിങ്ങൾ കണക്റ്റ് ആവുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ കിങ് ഓഫ് പെൻറ്റക്കിൾസ്, സാമ്പത്തികത്തിൻ്റെ രാജാവാകാൻ, സമ്പത്തിൻ്റെ ഒരു രാജാവാകാനുള്ളത്, അല്ല എങ്കിൽ വീട്ടിലിരുന്നു കൊണ്ടെങ്കിലും അത്യാവശ്യമായിട്ടുള്ള സാമ്പത്തിക മണി ഏൺ ചെയ്യാനുള്ള ഒരു സമയം നിങ്ങൾക്ക് വന്നു ചേരുന്നു എന്ന് വേണമെങ്കിൽ ഇവിടെ പറയാം. ഇവിടെയോ, ഇവിടെ നിങ്ങൾ എന്താണ്? വേരിളകിയ ഒരു വൃക്ഷം പോലെ, കടപുഴകിയ ഒരു വൃക്ഷം പോലെ ഇങ്ങോട്ടും നിന്ന് ആടുന്ന ഒരവസ്ഥയുണ്ട്. പലർക്കും അങ്ങനെയുള്ള അവസ്ഥ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഈ അവസ്ഥയിൽ നിന്ന് നിങ്ങൾ മുന്നോട്ട് വരാതിരിക്കില്ല എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്.
പലർക്കും ഇനി എന്ത് ചെയ്യണം, ഇവിടെ ഹാങ്ഡ്മാൻ്റെ അവസ്ഥ വന്നിരിക്കുന്നു. പലർക്കും ഇനി എന്ത് ചെയ്യണം, കടപുഴകി വൃക്ഷം ഒറ്റ വേരിൽ നിൽക്കുകയാണ്, ബാക്കി വേരുകളെല്ലാം നശിച്ചു, ഇനി ഒറ്റ വേരുകൾ കൂടെയുള്ളൂ. അത് അങ്ങോട്ടും വീഴാം, വൃക്ഷം ഇങ്ങോട്ടും വീഴാം. എന്തിൻ്റെ ഒരവസ്ഥയിൽ? സാമ്പത്തികമായ ബാധ്യതകൾ നിമിത്തമാവാം. ജീവിതത്തിൽ അനുഭവിച്ച ദുരിതങ്ങൾ അത്രമാത്രമാണ്. ലൈഫ് തീരാറായി എന്നുള്ള വിചാരത്തിൽ ഒരുപാട് വിഷമിച്ചിരിക്കുന്ന ആൾക്കാർ, മുന്നോട്ടിനി എങ്ങനെ കടന്നു പോകും എന്ന് ചിന്തിച്ച് വിഷമിച്ചിരിക്കുന്ന ആളുകൾ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ നിന്നും നിങ്ങൾക്ക് നല്ല ഒരു വ്യത്യാസം ലഭിക്കുന്നു, നല്ലൊരു മാറ്റം സംഭവിക്കാൻ ഇവിടെ സമയമായിരിക്കുന്നു. നിങ്ങളൊരു ഭാഗ്യ ദിനങ്ങളിലേക്ക് കടന്നു വരുന്നു എന്ന് തന്നെ വേണമെങ്കിൽ ഇപ്പോൾ പറയാം. നിങ്ങൾക്ക് വരാൻ പോകുന്നത് നല്ല ഒരു ഉയർത്തെഴുന്നേൽപ്പ് തന്നെയാണ്. അത് സമൃദ്ധിയിലേക്ക് പോകുന്നതാണ്. ഇരുണ്ടടഞ്ഞ റൂമിൽ നിന്ന് നിങ്ങൾക്ക് പ്രകാശം നിറഞ്ഞ മുറിയിലേക്കുള്ള ഒരു മാറ്റം എന്ന് തന്നെ വേണമെങ്കിൽ ഇവിടെ പറയാൻ സാധിക്കും. അതുപോലെ എംപ്രസിൻ്റെ എനർജി പലർക്കും വിവാഹം നടക്കുന്നത് കുട്ടികളില്ലാതിരുന്ന് നോക്കിയിരിക്കുന്നവർക്ക് കുട്ടികൾ ഉണ്ടാവുന്ന എനർജിയാണ്. മറ്റുള്ളവരുടെ സ്നേഹവും ആദരവും ഒക്കെ പിടിച്ചു പറ്റാൻ കഴിയുന്ന ഒരു സമയമാണ് ഇപ്പോഴെന്ന് കാണുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ അത്തരത്തിലുള്ള എനർജിയിലേക്ക് കണക്റ്റ് ആവുന്നതായിട്ടും ഇവിടെ കാണാൻ സാധിക്കുന്നു. ജീവിതം അടിമുടി മാറുന്നുണ്ട് ചില ആൾക്കാർക്ക്. ഇതുവരെ അനുഭവിച്ചതിൽ നിന്നും അടിമുടി ഒരു മാറ്റം സംഭവിക്കാൻ പോകുന്നുണ്ട്. അതാണ് വീൽ ഓഫ് ഫോർച്യൂൺ പറയുന്നത്. ഭാഗ്യത്തിൻ്റെ ചക്രം മുകളിലേക്ക് തന്നെ പൊങ്ങുകയാണ്. മനസ്സിലായില്ലേ? അത് നല്ലതുപോലെ മുന്നോട്ട് ഉരുളുന്ന ഒരു സമയം എന്ന് പറയുമ്പോഴെന്താണ്? ആ ഭാഗ്യം നിങ്ങൾക്ക് വന്നിരിക്കുന്നു, ആ ഭാഗ്യം നിങ്ങളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു. അത് നിങ്ങൾക്ക് അപ്രതീക്ഷിതമായിട്ടും അൺഎക്സ്പെക്റ്റഡായിട്ടും പല കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള ഒരു എനർജിയാണ് വരുന്നത് എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ പലർക്കും സാമ്പത്തികം ലഭിക്കുന്ന എനർജി, സ്നേഹം ലഭിക്കുന്ന എനർജി, പല കാര്യങ്ങൾക്കും ക്ലാരിറ്റി ലഭിക്കുന്ന എനർജി, ഒരുപാട് സാഹചര്യങ്ങളുണ്ട് നിങ്ങളുടെ ലൈഫിൽ. അതിനെല്ലാം മറികടന്ന ഒരു ധൈര്യം നിങ്ങൾക്ക് സംഭരിക്കാൻ കഴിയുന്നു. ഇവിടെ സ്ട്രെങ്ത് കണ്ടില്ലേ? ഇവിടെ നവഗ്രഹങ്ങളിൽ ശനിയുടെ ഇൻഫ്ലുവൻസാണ് ഇവിടെ വന്നിരിക്കുന്നത്. ശനീശ്വരൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് പലർക്കും ഇവിടെ ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതുതന്നെ നിങ്ങൾക്ക് സമൂഹത്തിലൊരു പദവി ലഭിക്കാനുള്ള അനുഗ്രഹമാണ്. മറ്റുള്ളവരിൽ നിന്നും മുന്നോട്ട് പോകാനും മുൻപന്തിയിലെത്താനുള്ള ഒരു എനർജി, ആ ഒരു ബ്ലെസ്സിങ് ആണ് ഇവിടെ ലഭിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ സ്റ്റക്കായിട്ടിരിക്കുന്ന കാര്യങ്ങളിൽ നിന്നും മുന്നോട്ട് ചിന്തിച്ച് പോകാനുള്ള എനർജി, ബുദ്ധിപൂർവ്വം ചിന്തിച്ച് മറ്റൊരു വഴിയിലൂടെ വിജയിക്കാനുള്ള ഒരു എനർജി ലഭിക്കുന്നുണ്ട്. വിജയീകൃതമാകാനുള്ള ഒരു, അല്ലെങ്കിൽ വിജയിയാവാനുള്ള ഒരു എനർജി അത് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ആ ഒരു കണക്ഷൻ നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നുണ്ട്. അത്രമാത്രം നല്ലൊരു ബ്ലെസ്സിങ് നിങ്ങളിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു എന്ന് തന്നെ വേണമെങ്കിൽ ഇവിടെ പറയാൻ സാധിക്കും. ഇവിടെ 10 of Wands ഇതുവരെയും തോളിലേറ്റിയിരുന്ന ഭാരം താഴെ വയ്ക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇതുവരെ നിങ്ങൾ ഒറ്റയ്ക്ക് അനുഭവിക്കുകയായിരുന്നു ഭാരം, എല്ലാം കൂടെ ചുമലിലേറ്റി. ഇനി അത് താഴെ വെച്ചിട്ട് പുതിയൊരു ലൈഫിലേക്ക് നീങ്ങാനുള്ള സമയം ഇവിടെ ആയിരിക്കുന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഒരുപാട് കാര്യത്തിന് നിങ്ങൾക്ക് അനുഗ്രഹം ലഭിക്കുന്നു, പുതിയ ഒരു ജന്മം തന്നെ ലഭിക്കുന്നു, പുതിയ ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക്, സന്തോഷം അനുഭവിക്കുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് കണക്റ്റ് ആകുന്നുണ്ട് എന്ന് തന്നെ വേണമെങ്കിൽ ഇവിടെ പറയാൻ സാധിക്കും. സെലിബ്രേഷൻ, പലർക്കും ഇവിടെ സെലിബ്രേഷൻ കണ്ടില്ലേ? റിസപ്റ്റിവിറ്റി, അതായത് ഇവിടെ പല കാര്യങ്ങളും നിങ്ങൾക്ക് സ്വീകരിക്കാനുള്ള സമയമായിട്ടുണ്ട്. ഈ പ്രപഞ്ചത്തിൽ നിന്ന് പ്രപഞ്ചത്തിൻ്റെ അനുഗ്രഹം, യൂണിവേഴ്സിൻ്റെ അനുഗ്രഹം നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ സെലിബ്രേഷൻ നിങ്ങൾക്ക് നടത്താൻ കഴിയുന്ന, ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ സാധിക്കുന്നു. വിവാഹ പാർട്ടികളാവാം, അല്ലെങ്കിൽ ജോലി കാര്യങ്ങളിലുള്ള ഉയർച്ചയിൽ നിങ്ങൾക്കൊരു സെലിബ്രേഷൻ നടത്താനുള്ള സമയമായിരിക്കും. അതിൽ പങ്കെടുക്കാനുള്ള, സമൂഹത്തിൽ ഉയർന്ന പദവി അലങ്കരിക്കാനുള്ള ഒരു സാധ്യത. മനസ്സിലായില്ലേ? അവിടെ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം അനുഭവിക്കാനുള്ള ഒരു സമയം ആയിരിക്കുന്നു എന്ന് തന്നെ വേണമെങ്കിൽ ഇവിടെ പറയാം. പറഞ്ഞില്ലേ, ദ ബർഡനാണ് ഇവിടെ 10 of Wands വന്നിരിക്കുന്നു. കണ്ടില്ലേ? ഇവിടെ ഈ വിടുപ്പ്,
നിങ്ങൾ തലയിൽ ഏറ്റിക്കൊണ്ട് നടന്നിരുന്ന ഭാണ്ഡക്കെട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് താങ്ങാൻ പറ്റാത്ത ചുവട് നിങ്ങൾക്ക് തലയിൽ ഉണ്ടായിരുന്നുവെങ്കിൽ അതിനെ താഴെ വയ്ക്കാൻ സമയമായിരിക്കുന്നു. അതിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് വരാനുള്ള സമയം അടുത്തിരിക്കുന്നു. അപ്പോൾ മുന്നോട്ട് വരുന്തോറും നിങ്ങൾക്ക് സമാധാനം കിട്ടുന്ന ഒരു ലൈഫിലേക്കാണ് നിങ്ങൾ മുന്നോട്ട് വരാൻ തുടങ്ങുന്നത് എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ലൈഫിന് മാറ്റം വരാൻ തുടങ്ങുന്നു, ട്രാൻസ്ഫോർമേഷൻ വരാൻ തുടങ്ങുന്നു, ഒരുപാട് മാറ്റം വരാൻ തുടങ്ങുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. പല കാര്യങ്ങളും ഞാൻ പറഞ്ഞില്ലേ, മാറ്റം വരുന്ന എപ്പോഴും ഇവിടെ കണ്ടില്ലേ, വീൽ ഓഫ് ഫോർച്യൂൺ, ഭാഗ്യം മറിയുകയാണ്. ജീവിതം അടിമുടി മാറാനുള്ള സമയം ആയിരിക്കുന്നു പല കാര്യങ്ങളിലും എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. ക്ലിങ്ങിങ് ടു ദ പാസ്റ്റ് എന്ന് കണ്ടില്ലേ ഇവിടെ, ക്ലിങ്ങിങ് ടു ദ പാസ്റ്റ്. ഇപ്പോൾ നിങ്ങൾ പലരും പല കാര്യങ്ങളിലും പഴയ കാര്യങ്ങളിലൊക്കെയും നിങ്ങൾ കുടുങ്ങിക്കിടക്കുന്നു. അങ്ങനെ കുടുങ്ങിക്കിടക്കരുത്. പാസ്റ്റ് ഈസ് പാസ്റ്റ്, കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി നിങ്ങൾ മുന്നോട്ട് വരൂ. അതാണ് മുന്നോട്ട് നിങ്ങളൊരു ലക്ഷ്യത്തെ മുന്നിൽ കണ്ടുകൊണ്ടൊരു ഒന്നിനെ ഒരു കാര്യം വിജയത്തെ നിങ്ങൾ ഫോക്കസ് ചെയ്തുകൊണ്ട് വരൂ. ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിലൂടെ മുന്നോട്ട് വരാൻ സാധിക്കും. എന്തിനെ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നുവോ അതിലൂടെ കോൺസെൻട്രേറ്റ് ചെയ്ത് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ വിജയം സുനിശ്ചിതമാണ്. മാർഗം ലക്ഷ്യത്തെ സാധൂകരിക്കും എന്നല്ലേ പറയുന്നത്. ആ ഒരു വേയിലൂടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം എളുപ്പമായി മാറുന്നതാണ്. വിജയം നിങ്ങൾക്ക് എപ്പോഴും കൈപ്പിടിയിൽ ഒതുക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത്. പോസിറ്റീവായിട്ട് തന്നെ തിങ്ക് ചെയ്യുക. മനസ്സിലായില്ലേ? നെഗറ്റിവിറ്റീസിനെ മുഴുവനും നിങ്ങൾ മനസ്സിൽ നിന്നും കളയുക. പഴയ കാര്യങ്ങളെ മുഴുവൻ അപ്പാടെ മറന്ന് കളയുക. എന്നിട്ട് എനിക്ക് നാളെ ഒരു ജീവിതം ഉണ്ടാവും, നല്ലൊരു ജീവിതം എനിക്ക് നാളെ ഉണ്ട് എന്ന് തന്നെ ചിന്തിച്ചുറപ്പിച്ച് മുന്നോട്ട് വരൂ. അതിനായിട്ടുള്ള ആക്ഷൻ എടുക്കൂ എന്നാണ് ഇവിടെ ദൈവം നിങ്ങളോട് പറയുന്നത്, അല്ലെങ്കിൽ യൂണിവേഴ്സിൻ്റെ ഗൈഡൻസ് ഇതാണ്. അപ്പോൾ എല്ലാവരും യൂണിവേഴ്സിന് ഫോർഗിവ്നെസ് പറയുക, ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. കാരണം നിങ്ങളെ നല്ല വഴിയിലൂടെ കൊണ്ടുവരികയല്ലേ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലായ്പ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് പറയേണ്ടത് അത്യാവശ്യമാണ്. ഫോർഗിവ്നെസ് പറയേണ്ടതും അത്യാവശ്യ കാര്യമാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഈ റീഡിംഗ്. എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.